ഇറങ്ങടാ. എടാ കാലത്ത് മുതൽ പ്രാന്ത് പിടിച്ച് ഓടി നടക്കുക. വിശന്നിട്ട് കുടല് കരിയുന്നടാ. എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യേ. മോനെ സാർ, നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? ഇതൊരു 10 ദിവസം മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ടെൻഷൻ ഒഴിഞ്ഞാനെ, നമ്മുടെ ടെൻഷൻ ഒഴിഞ്ഞാനെ. കഴുത്തിൽ വാള് വെക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലേ? ഈ പൊട്ടനാണെങ്കിൽ ഒരു കരിക്കിന് വേണ്ടി ജീവൻ വരെ കൊടുത്തേനെ. കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോടേ പോ. എല്ലാം പറഞ്ഞു തീർന്നു അതോ? പ്രിയ, നീ ഇപ്പിട്ടിരിക്കുന്ന ആ ഷോളൊന്ന് മാറ്റിക്കേ. ഒരു സ്വർണ്ണക്കട തന്നെ പൊക്കിക്കൊണ്ട് വന്ന പോലെ ഉണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ പ്രിയയെ കല്യാണത്തിന് 10 ദിവസം മുമ്പ് കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിലേ ഇതുപോലെ വരുമായിരുന്നോ? എടാ, എനിക്ക് പ്രിയെ കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ സ്വർണ്ണവും പണമൊന്നും എനിക്ക് വേണ്ട. പ്രേമം തലക്ക് പിടിച്ച മണ്ടന്മാർ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ പറയാറ്. എടാ, ഇപ്പൊ ഇമോഷൻസ് മനസ്സിൽ വെച്ച് പലതും പെട്ടെന്നങ്ങ് ചെയ്യും. ആളോരോ പ്രശ്നങ്ങൾ കയറി വരുമ്പോഴോ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് ഓർത്ത് വെറുതെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവളുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് നീ ആലോചിക്കുന്നു, പക്ഷെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. സോറി സോറി. എന്തോടോ? ഹലോ. ഹലോ ചേട്ടാ, ഇത് ഞാനാ ദിവ്യ. ദിവ്യ, എവിടെയുള്ള? എന്ത് പറ്റി? ഞങ്ങളിപ്പോ മുംബൈ എയർപോർട്ടിലാ. ഓക്കെ, ശ്രദ്ധിക്കണം. US എത്തിയ ഉടനെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്തോളൂ. ശരി ഏട്ടാ, ചേട്ടൻ സൂക്ഷിക്കണം. എന്റെ അച്ഛൻ ദേഷ്യത്തിൽ എന്താ ചെയ്യുന്ന അറിയില്ല. ഓൾറെഡി അച്ഛന്റെ ആളുകൾ നിങ്ങളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ബി കെയർഫുൾ. നിന്റെ ഡാഡി ഫോണിനേക്കാളും സ്പീഡാണല്ലോ. വെക്കേമാണ്. ഹാപ്പി ജേർണി. അമ്മാവനോ? 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 ഇപ്പൊ എന്താ വേണ്ട? നിക്കണോ അതോ പോണോ? നമുക്ക് പോവാം. വന്ന് വണ്ടി കയറി. ബൈ. അണ്ണാ, താക്കോൽ അവൻ എടുത്തോണ്ട് പോയാ. അല്ല, കടക്കാര് കേറിയോ അതോ? കേറിയ സന്തോഷം, കേറിയില്ലെങ്കിൽ അതിനേക്കാളും സന്തോഷം. കഴുത. റാം, താങ്ക് യു സോ മച്ച്. താങ്ക്സ് അവിടെ നിൽക്കട്ടെ. അമ്മാവൻ അടിക്കണമെന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ എന്തിനാ? ഇപ്പൊ അടിച്ചു കഴിഞ്ഞാ പിന്നെ എപ്പോഴെങ്കിലും കാണേണ്ടി വരുമ്പോ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ. ഗ്രേറ്റ്. എല്ലാവരുടെ മുന്നിൽ നീ ഹീറോയാ, പക്ഷെ എന്റെ മുന്നിൽ മാത്രം വില്ലനാണല്ലോ. എന്തു പറ്റി? റാം, നമ്മളിപ്പോ എവിടെയാണ്? എവിടേക്കാ പോകുന്നത്? അത് തന്നെ ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അഡ്രസ് ചോദിക്കാന്ന് വെച്ചാ ഒരു മനുഷ്യരെ പോലും ഈ പരിസരത്ത് കാണുന്നില്ല. ഞാനിവിടെ അടിച്ചു ഓഫായി കിടക്കുന്ന തമ്പരാണ് അയച്ചു ഞങ്ങളെ. എടാ, ലിഫ്റ്റ് തരാൻ പറ്റുമോ? പോടാ. പോവാൻ വേണ്ടിട്ട് തന്നെ ചോദിച്ചേ. കാട്ടിനകത്ത് എങ്ങോട്ട് പോകുന്നോർത്ത് ഞങ്ങളെ കൺഫ്യൂഷനില്ല. അതിനിടയ്ക്ക് അവന്റെ ലിഫ്റ്റ്. അപ്പൊ നിങ്ങൾ ഈ നാട്ടിൽ ആദ്യമായിട്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്കൊരു ലിഫ്റ്റ് തന്നു ഞാൻ നിങ്ങൾക്ക് ഒരു വീട് ഗിഫ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, അഭിമാനിയും സൽസ്വഭാവവുമായ മദ്യപാനിയെ നിങ്ങൾക്ക് വീടുണ്ടോ? വീടാ ഉണ്ടല്ലോ. വീടോ? അത് വീടല്ല, അതൊരു വലിയ വില്ല. നമുക്ക് വേറെ വഴിയില്ലല്ലോ, നമുക്ക് പോയി നോക്കാം.
ഒരു നൈറ്റ് മാത്രം താമസിക്കാനല്ലേ റാം, നമുക്കൊന്ന് പോയി നോക്കാം. ലിഫ്റ്റ് തരൂ, ഗിഫ്റ്റ് നേടൂ. ശരി കേറ്. ചെന്ന് പുറകെ കയറി പുറകില്. ലേഡീസ് അടിച്ചോ? വേണ്ടേ വേണ്ടേ, ഞാൻ അടിച്ചോ. ഇത്ര വേഗത്തിൽ ഓടിക്കേണ്ടത് പതുക്കെ ഓടിച്ചോ. ആ സ്ഥലത്ത് ഇറങ്ങോ റൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ വില്ല. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? നോക്ക് വെൽക്കം ടു മൈ വില്ല. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ കണ്ട പോലെ നല്ലല്ലോ. സ്വന്തമായിട്ട് കൊട്ടാരൊക്കെ ഉണ്ടല്ലേ? അതിരിക്കട്ടെ, ഇത്രയും വലിയൊരു കാടിനകത്ത് ഇങ്ങനൊരു വീട് ആരാ ഉണ്ടാക്കിയത്? വല്ല കൊള്ളക്കാരനുണ്ടാക്കിയതായിരിക്കും. ആരുണ്ടാക്കിയ നമുക്കെന്താ ചേട്ടാ, ഞങ്ങൾക്ക് താമസിക്കാൻ വീട് കാണിച്ചെന്ന്. എൻജോയ്. താങ്ക് യു. എൻജോയ്. ഞാൻ പോയി ഒരായിരം കൂടെ വാങ്ങിക്കട്ടെ. മനുഷ്യൻ ടെൻഷൻ അടിച്ച് വയ്യാണ്ടായി, നിൽക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, നീ വേറെ വല്ല സ്ഥലം നോക്കണേ. ഞാൻ ദേ ഇവിടെ ഈ സോഫയിൽ കിടന്നോളാം. ഡിസ്റ്റർബ് ചെയ്യാൻ വരല്ലേ? ഇങ്ങനെ കാല് പൊക്കി വെച്ച് കിടക്കാൻ നീ എന്താ സണ്ണിലിയോണാണോ? മര്യാദക്ക് കിടന്നുറങ്ങടാ, സഹിക്കുന്നില്ല. നിനക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ കാല് നീ തന്നെ താഴ്ത്തി വെച്ചോ, കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ഗുഡ് നൈറ്റ്. ഞാൻ പോയിന്ന് ഫ്രഷ് ആവട്ടെ. ക്യാരി ഓൺ. രാവിലെ മുതൽ ഞാൻ നോക്കിയിരിക്കാം, ഒരു പരിധിയില്ലേ? ഇനി എങ്ങനെ ഫോൺ അടിച്ചാ നിന്നെ കൊന്നു കളയും ഞാൻ. മര്യാദയ്ക്ക് ഫോൺ സൈലന്റ് ആക്ക്, ഇല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിക്കും ഞാൻ. സോറി. ഈ പിശാചിനെ എന്റെ പൊന്നു മോളെ, നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ, നീ വേറെ എവിടെയും പോയിരിക്കും. ഞാൻ പോവാ. ഹലോ. എന്താ അച്ഛാ? മോളെ, നീ ഇതെവിടെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ഛാ, പ്രോജക്ട് ബാംഗ്ലൂരിന്റെ കാര്യം. പ്രോജക്ട് ബാംഗ്ലൂരോ? മനസ്സിലായില്ല മോളെ. എന്താ അച്ഛാ പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? അച്ഛൻ കള്ളു വല്ലതും കുടിച്ചോ? ചേച്ചേ, ഞാനങ്ങനെ കുടിക്കൊന്നുമില്ല മോളെ. ഇന്ന് ഉച്ചക്കല്ലേ പറഞ്ഞത്, മറന്നുപോയെന്ന് വിചാരിച്ചോ? നീ നിന്റെ ജോലിയൊക്കെ തീർത്തിട്ട് വാ മോളെ. പക്ഷെ ഞാൻ കുടിക്കൊന്നും മാത്രം പറയരുത് കേട്ടോ, മനസ്സിനത് വല്ലാത്ത വിഷമാവും. നിനക്കറിയില്ലേ മോളെ, നിന്റെ അച്ഛൻ 24 കാരറ്റ് ഗോൾഡ് ആണെന്ന്. അതൊക്കെ അറിയാ അച്ഛാ. ശരി മോളെ, സമയത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ശരി ശരി, ഞാൻ ഫോൺ വെക്കാണേ. ബൈ. മോളെ. അച്ഛൻ കള്ളു കുടിച്ചിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു. താങ്ക് ഗോഡ്. കാശ് വാരിക്കോരി എറിഞ്ഞുണ്ടാക്കിയിരിക്കുകയാണല്ലേ. സാറേ ഒരു മിനിറ്റ് ഒന്ന് ലൈനിൽ നിൽക്കണം കേട്ടോ. സാർ, ഇനി പറഞ്ഞോ, എന്താ വേണ്ട സാറേ? പ്രേതം പിശാചൊന്നും ഇല്ല സാറേ. ഇല്ലാന്ന് പറഞ്ഞ ഇല്ല. സാറ് പറഞ്ഞ പോലെ സാറിനെ മുണ്ടും എടുത്തുകൊടുത്തിട്ട് ബംഗ്ലാവിൽ 4-5 പേരെ താമസിപ്പിച്ചേക്കാൻ ഞാൻ. അവർക്കൊരു കുഴപ്പമില്ല സാറേ, അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ലാന്നേ. ഇനിയെങ്കിലും ഞാൻ പറയണ കേക്ക് സാറേ, അവിടെ പ്രേതമില്ല പിശാചുമില്ല. ഇറ്റ്സ് മൈ ചാലഞ്ച്. അത് തന്നെ സാറ് സാധനങ്ങളും കിടുണിയൊക്കെ ആയിട്ടും കൂടെ പോരും. അവന്മാരെ ഞാൻ അടിച്ച് പുറത്താക്കി തരാമേ. ഞാനൊരു സാധനം കൂടെ വാങ്ങിക്കട്ടെ സാറേ. ഒരു സഹായം ചെയ്യണത്, വരുമ്പോ ഒരു ക്വാർട്ടർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ സാറിന്? ഇവിടെ വാട്ടർ ഉണ്ട്, പക്ഷെ ക്വാർട്ടർ കാലിയായി പോയി സാറ്. കുറഞ്ഞ വാങ്ങിച്ചാൽ മതി.
എന്താ ഇത്? ഛെ. കണ്ടത് സ്വപ്നമാണോ സത്യമാണോ? സ്വപ്നമായിരിക്കും.